മഹാനായ ചിത്രകാരനായിരുന്ന ശ്രീ മുഹമ്മദ് അലി ആദം, ഞങ്ങൾ മുഹമ്മദ് വിളിക്കും, അദ്ദേഹമാണ്. അദ്ദേഹം 2017 മരിച്ചു. 2017 കഴിഞ്ഞിട്ട് 2018 മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓർമ്മച്ചായം എന്നൊരു പരിപാടി കൂടിയിട്ട് നടത്തി വരുന്നുണ്ട്. ഇത് കൂടാതെ 3 വർഷം മുമ്പ് മരിച്ച പി കെ ശിവദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സാഹിത്യകാരനാണ് അവരുടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം 100ഓളം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മികച്ച പത്രപ്രവർത്തകനായിരുന്നു, ദേശീയ ലെവലിൽ ശ്രദ്ധിക്കുന്ന പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഓർക്കുന്നു. ഒരു അനുസ്മരണം ഈ പരിപാടിയോട് നടത്തുന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ അനുസ്മരണം, അതുപോലെ മുഹമ്മദ് അലി അനുസ്മരണം, ടി കെ ശിവദാസിൻ്റെ അനുസ്മരണം. മലയാള ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ചലച്ചിത്രകാരനും നാടക പ്രവർത്തകനും ആയ മോഹൻ രാഘവൻ്റെ സ്മരണാർത്ഥം അന്നമനട ഓഫ് സ്റ്റേജ് നൽകി വരുന്ന പുരസ്കാരം നിഷിദ്ധയുടെ സംവിധായിക താര രാമാനുജന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 30 അന്നമനടയിൽ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ ഡോക്ടർ എം ബിജു അവാർഡ് സമർപ്പിക്കും. VR സുനിൽകുമാർ MLA, സനീഷ് കുമാർ ജോസഫ് MLA, ജൂറി ചെയർമാൻ TV ചന്ദ്രൻ, ജൂറി അംഗങ്ങളായ KG ജയൻ, CS വെങ്കടേശ്വരൻ തുടങ്ങിയവർ പങ്കെടുക്കും. അന്തരിച്ച ചിത്രകാരൻ മുഹമ്മദ് അലി ആദം അനുസ്മരണാർത്ഥം ഡിസംബർ 29 വൈകുന്നേരം 50-ൽ പരം ചിത്രകാരന്മാർ അണിനിരക്കുന്ന സമൂഹ ചിത്രരചനാ സദസ്സും ഓർമ്മച്ചായം സംഘടിപ്പിക്കും. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളീകൃഷ്ണൻ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്യും. ജനുവരിയിൽ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കാരട്ട് പങ്കെടുക്കുന്ന PK ശിവദാസ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത TK സതീശൻ, VV ജയരാമൻ, വിൽസൺ PT, ഹാഷിം സാബു എന്നിവർ അറിയിച്ചു. ശ്രീധരൻ കടലായിൽ, സിറ്റി വോയ്സ്, മാള.